വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി ഇന്ന് നടത്തിയ തിരച്ചിലിൽ ഒരു മൃതദേഹവും 2 ശരീരഭാഗങ്ങളും കണ്ടെത്തി. ചാലിയാർ പുഴയിലും കാന്തൻപാറയ്ക്ക് സമീപത്തുമാണ് മൃതദേഹം കണ്ടെത്തിയത്. നാളെ ചാലിയാർ കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന നടത്തും. സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘം നാളെ ഉരുൾപൊട്ടൽ മേഖലകൾ സന്ദർശിക്കും. NDRF, വനംവകുപ്പ്, പോലീസ്, തണ്ടർബോൾട്ട്, ഫയർഫോഴ്സ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിലിൽ ചാലിയാറിൽ നിന്ന് ഒരു മൃതദേഹവും 1 ശരീരഭാഗവും, വയനാട്ടിലെ കാന്തൻപാറയ്ക്ക് സമീപത്തെ ആനടിക്കാപ്പിൽ നിന്ന് 2 ശരീരഭാഗങ്ങളുമാണ് കണ്ടെത്തിയത്. മുണ്ടേരി ഫാം മുതൽ പരപ്പൻപാറ വരെയുള്ള 5 കിലോമീറ്റർ മേഖലയിലും ചാലിയാറിലുമാണ് പ്രധാനമായും തിരച്ചിൽ കേന്ദ്രീകരിക്കുന്നത്. സംശയമുള്ള ഇടങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രമായിരിക്കും ഇനിയുള്ള തിരച്ചിൽ. എല്ലാ മേഖലയും ഒരു പ്രാവശ്യം കംപ്ലീറ്റ്ലി തിരച്ചിൽ കഴിഞ്ഞു, ഫുള്ളായിട്ട് തിരച്ചിൽ കഴിഞ്ഞു. ഇനി അവിടെ ഒരു റൗണ്ട് കഴിഞ്ഞു. പക്ഷെ എന്നിരുന്നാലും ഈ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടും വെള്ളം ഇറങ്ങുന്നത് കൊണ്ടും വീണ്ടും പൊങ്ങി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങൾക്ക് വീണ്ടും നോക്കുകയാണ്. വീണ്ടും നോക്കുമ്പോൾ തന്നെ വീണ്ടും ബോഡി നോക്കുന്നുണ്ട്. ഈ എൻറ്റയർ ഏരിയ വീണ്ടും സ്കാൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചെങ്കിൽ എപ്പോൾ സ്റ്റോപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. ഉരുൾപൊട്ടലിൽ കണ്ടെത്തിയ 53 മൃതദേഹങ്ങളാണ് തിരിച്ചറിയാൻ ബാക്കിയുള്ളത്. DNA പരിശോധന നടത്താൻ ബന്ധുക്കളുടെ രക്തസാമ്പിൾ പരിശോധിക്കുന്നുണ്ട്. ചാലിയാറിലടക്കം നാളെ 7 സെക്ടറുകളായി തിരിഞ്ഞാകും പരിശോധന. ജിയോളജിസ്റ്റ് ജോൺ മത്തായി നയിക്കുന്ന 5-അംഗ വിദഗ്ധ സംഘം നാളെ ഉരുൾപൊട്ടൽ മേഖലകളിൽ പരിശോധന നടത്തും. 24 വയനാട്.